277 ദിവസത്തിന് ശേഷം പള്ളി വിട്ട് ഇപ്പോൾ കളക്ടറേറ്റിന് മുന്നിലേക്ക് വന്നിരിക്കുന്നു. അവർക്കിപ്പോഴും ഒരു നീതി കിട്ടാത്തൊരു സാഹചര്യമാണല്ലോ ഉള്ളത്. തീർച്ചയായിട്ടും കഴിഞ്ഞ 277 ദിവസമായി വളരെ ന്യായയുക്തമായ ഒരു ആവശ്യവുമായി മുനമ്പത്തെ ജനങ്ങൾ സമരം ചെയ്യുകയാണ്. ഈ 277 ദിവസങ്ങൾക്കിടയിൽ നമ്മൾ പലതവണ ഗവൺമെൻറ്റുമായി സംസാരിക്കുകയുണ്ടായി, നമ്മുടെ ആവശ്യങ്ങൾ ഗവൺമെൻറ് മുമ്പിൽ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പോഴൊക്കെ ഗവൺമെൻറ് പറഞ്ഞത് ഞങ്ങളതിൻ്റെ സ്ഥിതി ഒന്ന് പഠിക്കുന്നതിന് വേണ്ടി ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായരെ കമ്മിറ്റിയായിട്ട് വെച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ട് ലഭിച്ചാൽ ഉടനെ തന്നെ അക്കാര്യത്തിൽ തീരുമാനമെടുക്കുമെന്നൊരു വാഗ്ദാനമാണ് നമുക്ക് ലഭിച്ചിരുന്നത്. കഴിഞ്ഞ മെയ് 30-ന് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചു. ആ കമ്മിറ്റി റിപ്പോർട്ട് സമർപ്പിച്ചിട്ട് ഇപ്പോൾ 45 ദിവസങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ആ റിപ്പോർട്ട് എന്നിൽ ഉള്ളടക്കം എന്താണെന്ന് വ്യക്തമാക്കുന്നതിനോ അതിനെ തുടർന്നുള്ള നടപടികൾ സ്വീകരിക്കുന്നതിനോ ഗവൺമെൻറ് ഒരു കാലവിളംബം വരുത്തുകയാണ്, ഒരു നിസ്സംഗത പ്രകടിപ്പിക്കുകയാണ്. അത് ന്യായീകരിക്കാനാവാത്തതാണ്. കാരണം നമ്മുടെ ഇമ്മീഡിയറ്റായിട്ട് ഈ 610 കുടുംബങ്ങളുടെ നീതി നിഷേധിക്കപ്പെട്ട ഈ സാഹചര്യം അത് അവസാനിപ്പിക്കുന്നതിന്, അവരുടെ അവകാശം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ അടിയന്തരമായി സ്വീകരിക്കണമെന്ന ആവശ്യം നിലനിൽക്കെ ഈ റിപ്പോർട്ടിന് മേലുള്ള അനാസ്ഥ അല്ലെങ്കിൽ അലസത, നിസ്സംഗത അത് അക്ഷന്തവ്യമായ ഒരു വീഴ്ചയായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിലാണ് മുനമ്പത്ത് നടത്തിയിരുന്ന സമരത്തെ ഈ കളക്ടറേറ്റ് പടിക്കലേക്ക് കൊണ്ടുവരുമ്പോൾ അതൊരു സൂചനയാണ്, ഒരു മുന്നറിയിപ്പാണ്. ഇനിയും നമുക്കത് നോക്കി നിൽക്കാനാവില്ല എന്നുള്ളൊരു മുന്നറിയിപ്പാണ്. അത് ആ മുന്നറിയിപ്പിലെ സ്വരം, മുന്നറിയിപ്പിൻ്റെ സ്വഭാവം ഗവൺമെൻറ് മനസ്സിലാക്കുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇനി ഒരു അടുത്ത ഘട്ടം എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും സമരവുമായി രംഗത്ത് വരും. തീർച്ചയായിട്ടും നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കപ്പെടുന്നത് വരെ നമ്മൾ സമരരംഗത്തിന് നിലനിൽക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഈ സമരം നേരത്തെ പറഞ്ഞു ഗവൺമെൻറ് നമ്മൾ ആവശ്യത്തിന് സമയം ലഭിച്ചു കഴിഞ്ഞു. ഇതിനുള്ളൊരു സൂചന എന്താണ് ഗവൺമെൻറ് സ്വീകരിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഗവൺമെൻറ് പിന്നോട്ട് വലിക്കുന്നത് എന്താണെന്നുള്ള കാര്യത്തെപ്പറ്റി നമുക്കൊരു വ്യക്തതയില്ല. ഗവൺമെൻറ് വ്യക്തമാക്കട്ടെ, ഞങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്നാണ് ഗവൺമെൻറ് പറയുന്നതെങ്കിൽ നമ്മൾ മറ്റു മാർഗ്ഗങ്ങൾ പരിശോധിക്കാം. പക്ഷേ ഗവൺമെൻറ് സാധ്യത നിലനിൽക്കുമ്പോൾ തന്നെയാണ് ഗവൺമെൻറ് ഇക്കാര്യത്തിൽ ഒരു കാലവിളംബം വരുത്തിക്കൊണ്ടിരിക്കുന്നത്.